അങ്ങനെ ഞെട്ടിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നത്തെ പ്രമോ വന്നിരിക്കുകയാണ്. അതിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മൾ ഭയങ്കര സംശയമായിരുന്നു ഗബ്രീനെയും ജാസ്മിനെയും റോസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമോ എന്ന്. ഇത് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടിയിട്ടും നല്ല രീതിയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. യമുന, സിജോ, അൻസിബ, റോക്കി അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഇവരെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് തന്നെ പറയുന്നുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര അധികം അൺകംഫേർട്ട് ആക്കുന്നു. അതുപോലെ തന്നെ റോക്കി പറയുന്ന കാര്യം എന്ന് വെച്ചാലും വളരെയധികം വഞ്ചനയും ചതിയും ഒക്കെ കാണിച്ചിട്ടാണ് ഇവരിവിടെ നിൽക്കുന്നത്. അതുപോലെ അൻസിബ പറയുന്നുണ്ട് ഒരു മാന്യത ഉണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിന്, അല്ലെങ്കിൽ നമ്മളെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മാന്യത കീപ്പ് ചെയ്യണം. ആ മാന്യത കീപ്പ് ചെയ്യാതെയാണ് ഇവർ രണ്ടുപേരും ഇവിടെ കളിക്കണത് എന്നാണ് അൻസിബ പറയുന്നത്. അൻസിബയൊന്നും അങ്ങനെ പറയുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം അൻസിബയൊക്കെ മുഖത്തടിച്ച പോലെ പറയുന്നുണ്ട്. അപ്പോഴും മുഖം താത്തിട്ട് അല്ലെങ്കിൽ മുഖത്തോട്ട് നോക്കാത്ത രീതിയിൽ താഴോട്ട് നോക്കിയിട്ടാണ് ഇവർ രണ്ടുപേരും ഇരിക്കണത്. അതുപോലെ തന്നെ നമ്മുടെ സിജോ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവരെ രണ്ടുപേരെയും ലാലേട്ടാ നമ്മൾ കാണുന്നത് എപ്പോഴും ആ വാഴയുടെ മൂലക്ക് ഇവർ രണ്ടുപേരും മാത്രം ഇങ്ങനെ ഇരിക്കണതാണ് നമ്മൾ കാണുന്നത് എന്നാണ് നമ്മുടെ സിജോ പറയുന്നത്. അതുപോലെ തന്നെ യമുന പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു അഭിപ്രായമാണ്. അതായത് രണ്ടാൾക്കും കൂടി ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ, സ്വന്തമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഇല്ല. അതുപോലെ ലാലേട്ടൻ ചോദിക്കുന്നതും അത് തന്നെയാണ്. അതായത് എന്താണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു അഭിപ്രായമാണ്, വേറെ എന്താ പറയുക രണ്ടാളും കൂടി ഒന്നിച്ച് കളിക്കുവാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇവർക്ക് അതിനുള്ള കൂസലൊന്നും കാണില്ല, ഇവരുടെ മുഖത്ത് അതിൻ്റെതായ ഒരു ഇതൊന്നും കാണുന്നില്ല. കുറച്ചൊരു എന്താ പറയുക ചമ്യ മാതിരിയുള്ള ഒരു മുഖം ഭാവമുണ്ട്. അല്ലാതെ ഇവർക്ക് വേറെ എന്താ പറയേണ്ടത്, നമ്മളെയാണ് പറയുന്നതെന്നോ അങ്ങനത്തെ ഒരു മുഖമൊന്നും കണ്ടിട്ടില്ല. എന്താ പറയുക ഗബ്രിക്കാണെങ്കിലും എന്തെങ്കിലും പറയട്ടെ എന്നുള്ളൊരു ഭാവത്തിലാണ് അവരിയ്ക്കണത്. എന്തായാലും ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാം എന്താ പറയുക നല്ല രീതിയിൽ സന്തോഷമായിട്ടുണ്ടാവും. കാരണം അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. എന്ത് വന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു, ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. കാരണം ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരുപോലെ അൺകംഫേർട്ട് ആക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് അത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. നമ്മുടെ പുറത്തുള്ള പ്രേക്ഷകർക്കാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും. അതുപോലെ തന്നെ അച്ഛൻ വിളിച്ച ശേഷം ജാസ്മിൻ കുറെ മാറിയിട്ടുണ്ട്. പക്ഷെ ഗബ്രി ആയിട്ടുള്ള നടത്തവും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ടെങ്കിലും കൈയൊന്നും പിടിക്കാതെ നടക്കാതിരിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. ഒളിച്ചും പാത്തൊക്കെ പോയിട്ട് കൈയൊക്കെ പിടിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവർ രണ്ടുപേരും ഈ ഒരു കാര്യം ഇത്രയും കാര്യം ചെയ്തിട്ട് ഒരു കൂസലില്ലാതെ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ലാലേട്ടൻ്റെ മുൻപിലാണെങ്കിലും. അതുപോലെ തന്നെ അച്ഛൻ്റെ ഓപ്പറേഷനാണെന്ന് പറഞ്ഞ ആൾ എല്ലാവരുടെ മുൻപിലും പോയി നിന്നിട്ട് ഫേഷ്യൽ ചെയ്യുക, ഇതൊക്കെ ഭയങ്കര കപടമായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് അഭിനയിക്കുകയും ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് അങ്ങനെ അവരുടെ മുൻപിൽ പോയിട്ട് ഇങ്ങനെ ഇനി അങ്ങനെ പറഞ്ഞത് കുറച്ച് സങ്കടം അഭിനയിക്കാന്നുള്ള രീതിയിൽ പോലും ജാസ്മിൻ്റെ മുഖത്ത് ഇച്ചിരി പോലും സങ്കടം ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് കാര്യം എന്താണെന്ന്. എന്തായാലും ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യം ചോദിച്ചിട്ടുണ്ട്. അതെന്തായാലും ഏത് രീതിയിലായിരിക്കും നമുക്ക് ലൈവ് കണ്ടറിയാം.